അതിന് വേണ്ടുന്ന ഷർട്ട് ഒക്കെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അത് ഫോറിൻ വേണേൽ ഫോറിൻ. ഞങ്ങൾക്ക് തന്നെ അതിന് ടെക്സ്റ്റൈൽ ഷോറൂം ഉണ്ടാവും, ജുവലറി മാർട്ടുണ്ടാവും. അപ്പോൾ പുറത്തു പോയി മേടിച്ച് കളിപ്പ് പറ്റി എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ പറയുക. അങ്ങനെയാണ് ഏറ്റവും വലിയ കളിപ്പ് പറ്റുക. അതിൽ കൗടുംബികമായി നിങ്ങൾ മുത്തശ്ശിയൊക്കെ സൂക്ഷിച്ചു വെച്ച ആഭരണങ്ങളുണ്ടാവും. ചില വലിയ പാലക്കാമാല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇലഞ്ഞിപ്പൂ മാല ഒക്കെ കാണും. നാഗപടത്താലിയൊക്കെ കാണും. വലിയ ഇതായിട്ട് സൂക്ഷിച്ചതാണ്. കുടുംബത്തിൻ്റെ അഭിമാനമായി സൂക്ഷിച്ച സാധനമായിരിക്കും. ഇപ്പം 4-മത്തെയോ 5-മത്തെയോ തലമുറയിലൊരു കുട്ടിയുടെ മാരേജ് വരുമ്പോൾ കുടുംബക്കാരൊക്കെ കൂടെ ഒന്നിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മാലയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ചർച്ച വരും. ആ ചർച്ച വരുന്നത് ഞാൻ എൻ്റെ ഒരു ഭക്തനെ അതിനകത്ത് കയറ്റി വിടും ചർച്ചയ്ക്ക്. അപ്പോൾ അവനായിരിക്കും ആ വിഷയം അവതരിപ്പിക്കുന്നത്. അവന് നിങ്ങളുടെ കുടുംബത്തിലുള്ളവനായിരിക്കും. വിഷയം അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ സ്വാമിക്ക് കൊണ്ട് സമർപ്പിച്ച് പകരം ഇത് ഉരുക്കി, സ്വാമി ഉരുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, തട്ടാൻ കൊണ്ടുപോകില്ല, മറ്റതൊന്നും കൊണ്ടുപോകില്ല. സ്വാമിക്കാണെങ്കിൽ ഇതെല്ലാം നല്ല പരിചയമാണ്, സ്വാമി സർവജ്ഞനാണ്, സകല വിവരവും സ്വാമിക്ക് അറിയാം. അപ്പോൾ എൻ്റെ അടുക്ക കൊണ്ടുവരും. ചെറുക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും കൂടെ വന്നു, ഇരുന്നു, സംസാരിച്ചു. ഉള്ള പഴയ ആഭരണം എല്ലാം എടുത്തുകൊണ്ട് പോകും. എല്ലാം ഞാൻ മേടിച്ചു വെച്ചു. ഒരു 30 ദിവസം കഴിഞ്ഞ് വന്നേരം ഇതെല്ലാം ഉരുക്കി. ഒരുപാട് പണിയുണ്ട്, ഇന്നത്തെ കാലമാണ്, ഞാൻ തന്നെ നോക്കണം എന്ന് പറഞ്ഞു വിടും. നിങ്ങൾ കൊണ്ടുതന്നത് എല്ലാം കൂടി 100 പവനുണ്ടാവും. പെൺകുട്ടി കഴുത്തേലിടുമ്പോൾ 200 പവൻ്റെ പകിട്ടുണ്ടാവും. അപ്പോൾ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വലിയ തൃപ്തിയായി. കാരണം 100 പവൻ കൊടുത്തിട്ട് 200 പവൻ്റെ എടുപ്പാണുള്ളത്. എടുപ്പേ ഉള്ളൂ, കയ്യിൽ പിടിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. മറ്റതല്ല, എടുപ്പല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഈ സാധനം ഞാൻ ഫോറിനിലേക്ക് കൊണ്ടുപോകും, അവിടെ കൊടുക്കും. അവിടെ ഇത് ആൻറ്റിക് വാല്യൂ ആണ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആൻറ്റിക് വാല്യൂവിൽ ഞാൻ ഈ സാധനം വിൽക്കും. എനിക്കതിൽ നിന്ന് കിട്ടുന്നത് കോടിക്കണക്കിന് ഡോളറാണ്. നിങ്ങളുടെ ഒറ്റ ആഭരണത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് ചിലപ്പം 6 കോടിയോ 7 കോടിയോ ഡോളറായിരിക്കും. അതിൽ നിന്ന് 1% കൊണ്ട് ഇന്ത്യയിലെ ജനതയെ മുഴുവൻ എനിക്ക് കയ്യിലെടുക്കാൻ കഴിയും. ഇന്ത്യൻ ജനതയെ മുഴുവൻ. അവിടെയാണ് എൻ്റെ പ്രതിഭയുടെ വലിപ്പം ഇരിക്കുന്നത്. ആ പ്രതിഭ വേറെ ഒരു തരത്തിലും കണക്ക് കൂട്ടാനാവില്ല. ആ പ്രതിഭ ഏറ്റവും വലിയ പ്രതിഭയാണ്. ഞാനതിൽ നിന്ന് ഒരു 1% എടുത്ത് സോഷ്യൽ വർക്കിൽ കാണിച്ചാൽ മതി. പല കണക്കുകളും എനിക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം, പലതും എനിക്ക് ചെയ്യാം. മറ്റേത് സാധാ സ്വർണം ഒരു 22 കാരറ്റ്, നിങ്ങൾക്കത് ധാരാളം മതി. അത് കനക്കുറച്ചടിച്ച് ദേഹം മുഴുവൻ കാണുന്നത്. കാരണം ഇത് കല്യാണ ദിവസം മാത്രമല്ലേ ഇടുന്നുള്ളൂ, ബാക്കി പിന്നെ പെട്ടി വെക്കുകയല്ലേ. നിങ്ങൾക്ക് അതൊക്കെ പോരെ? നിങ്ങൾക്കല്ലാതെ ഈ നാഗപടത്താലിയൊക്കെ സൂക്ഷിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? തിന്നാൻ പറ്റുമോ? ഫോറിനേഴ്സിനാകുമ്പോൾ ഇന്ത്യൻ ആഭരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇൻഡോളജി എന്നൊരു സബ്ജക്റ്റ് അവിടെയുണ്ട്. നിങ്ങളുടെ രാജ്യത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നത് അപമാനമാണ്. പിന്നെ എന്തിനത് സൂക്ഷിക്കണം?
എൻ്റെ സോഷ്യൽ വർക്കും കാര്യങ്ങളും കൊണ്ട് നാട്ടിലെനിക്ക് വേണ്ടത്ര അംഗീകാരമുണ്ട്. ഈ സാധനങ്ങൾ വെളിയിലെത്തിക്കുന്നതുകൊണ്ട് അവിടെ എനിക്ക് നല്ലൊരു ബെൽറ്റുണ്ട്. എനിക്ക് ആവശ്യത്തിന് ധനമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാലമായി. ഇന്ത്യക്കാർക്ക് ഇതൊക്കെ മതി. പ്രതിഭാപ്രധാനമായ വളർച്ചയൊന്നും ഇന്ത്യയിലെ യൂത്ത് ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, മറ്റാരെയും കുറിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് എന്നിൽ ചേർത്ത് വെച്ച് മാത്രം നിങ്ങളിത് പഠിച്ചാൽ മതി. ഈ സാധ്യത നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ പ്രതിഭ വളർത്തിയെടുക്കുന്നത് ഇങ്ങനെ ആവരുത് എന്ന് തോന്നുന്നെങ്കിൽ, എന്നെപ്പോലെ ആകരുത് എന്ന് തോന്നുന്നുവെങ്കിൽ നന്മയോടെ പഠിക്കുക. മനസ്സിലായോന്നറിയില്ല. ഇങ്ങനെ ആരെങ്കിലും ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ പലരുടെയും ഭക്തന്മാരെ, എനിക്ക് നാളെ എൻ്റെ ലക്ഷ്യം തീരോളം ജീവിക്കണം. ഇതൊക്കെ പൊളിച്ചടുക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. നിങ്ങളെയൊന്നും ഉറക്കത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ക്ലാസ് കേൾക്കാനാണെന്നും പറഞ്ഞാൽ വന്നിരിക്കും. എൻ്റെ മനസ്സറിയാനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറഞ്ഞു. കാരണം കേരളീയരല്ലേ, അവർ കള്ളിനും ശർക്കരയ്ക്കും ഒരുപോലെ ചെത്തുന്നവർ. പഴയ ആഭരണങ്ങളാവുമ്പോൾ നിങ്ങൾ ഉരയ്ക്കാതെ പണയത്തിനെടുക്കും ബാങ്കിൽ. പുതുതാകുമ്പോൾ ഉരയ്ക്കും. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് പഴയ ആഭരണങ്ങളുടെ അകത്ത് ഞങ്ങൾ ചിലത് കയറ്റിക്കൊണ്ടത്. അരക്ക് മാത്രമൊന്നുമല്ല, മേക്കാതെ കുത്തുമ്പോഴുള്ള കുണുക്കെന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാവും. ആ കുണുക്കിനകത്ത് പതുക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനകത്ത് ഈയം കയറ്റും. സാധാരണ ഒരു കുണുക്കിൽ തൂക്കിയെടുത്താൽ ഇത്ര ഗ്രാം അരക്കുണ്ടെന്ന് കണക്കുണ്ട്. ആ കണക്കം കുറച്ചാൽ മതി. പക്ഷെ നിങ്ങൾ വലിയ പുളവന്മാരായ ബാങ്കിലെ ഓഫീസർമാരിരിക്കുന്നിടത്ത് ഞങ്ങളിത് ഈയം കയറ്റിയിട്ട് കൊണ്ടുവന്നങ്ങ് തരും. നിങ്ങളത് അരക്ക് കുറച്ചിട്ട് പൈസ തന്നു വിടും. പൈസയും കൊണ്ട് ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എടുക്കാനേ വരുന്നില്ല. അങ്ങനെ കുറേ ആകുമ്പോഴാണ് നിങ്ങൾ പതുക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഇതിൽ മുഴുവൻ ഈയമാണ്. പിന്നെ അന്നേരത്തേക്ക് എടുത്ത മാനേജരും സെറ്റുമൊക്കെ പെൻഷനായി പോയെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലാണ് ഗുലുമാൽ. പക്ഷെ അത് പഴയ സ്വർണ്ണമാണ് ഇപ്പം ആളുകൾ കൊണ്ടുപോയി വിൽക്കുന്നത്. അതാണ് സ്വർണ്ണക്കടകൾക്കും വലിയ ഇഷ്ടം. അതിൻ്റെ റീസൺ ഇതാണ്. കുറച്ച് നാൾ. അപ്പോൾ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കാലമാണെന്ന് ഓർത്തോളൂ. തയ്യലില്ല, കരിങ്ങാലി എടുത്തു അല്ലേ, അതല്ലേ ഇപ്പം ചൊല്ലിയത്. ശതകുപ്പ,
ശതപുഷ്പ സംസ്കൃതം. അനീത്തം ഗ്രാവിയോളൻസ് ANETHUM GRAVIOLENS ഗ്രാവിയോളൻസ്. Apiaceae ഫാമിലി. ശതപുഷ്പകുലം. രസം തിക്തം. ഗുണം തീഷ്ണം. വീര്യം ഉഷ്ണം. വിപാകം കടു. ഔഷധയോഗ്യ ഭാഗം. ഇലാവിത്ത്. എരിച്ചു കൈച്ചിരിപ്പോന്ന്. എരിച്ചു കൈച്ചിരിപ്പോന്ന്. എരിവ് കയ്പ്. മനസ്സിലായില്ലേ? എരിച്ച് കൈച്ചിരിപ്പോന്ന്. ചതുകുപ്പയുടെ രസം. ചതുകുപ്പയുടെ രസം. സ്നിഗ്ധമായി ഉഷ്ണമായുള്ളൂ. സ്നിഗ്ധമായി ഉഷ്ണമായുള്ളൂ. കഫപിത്ത വിനാശനം. തീപ്പുണ്ണിനേറ്റവും നന്ന്. വസ്തി ഗുന്മത്തിനുത്തമം. വസ്തി ഗുന്മത്തിനുത്തമം. അടുത്തത് ഇതെല്ലാം സ്റ്റാഫിലോകോക്കസ് ബാക്ടീരിയയ്ക്കുള്ളതാണ്. സ്റ്റാഫിലോകോക്കസ് അനേക ബാക്ടീരിയകളുണ്ട്. അതിൽ ഒരു വെറൈറ്റി ഇപ്പം നമ്മൾ എഴുതിയുള്ളൂ. അതിൻ്റെ എല്ലാത്തിനും മിക്കവാറും ഫലപ്രദമാണ്. ഓരോന്നിനും പ്രത്യേകം പരീക്ഷിച്ച് 100% ഉറപ്പുള്ളത് മാത്രമാണ് ഞാൻ തരുന്നത്. ശതകുപ്പ പൊള്ളലിന് ഏറ്റവും നല്ലതാണ്. ശതകുപ്പ മാത്രം എടുത്താലും പൊള്ളലിന് നല്ലതാണ്. എണ്ണയിൽ ചേർക്കാം, സംശയമൊന്നുമില്ല. പൊള്ളലിലും ഈ സ്റ്റാഫിലോകോക്കസ് കയറി കൂടാം പൊള്ളൽ പഴുക്കുമ്പോൾ. ഞാനീ പറഞ്ഞു തരുന്നതെല്ലാം ഒരാൾക്കെങ്കിലും സ്റ്റാഫിലോകോക്കസ് ബാധിച്ച് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, സംശയരഹിതമായി കൊടുക്കാം. കാരണം ഇത് ഐറ്റം തിരിച്ച് ഇവിടെ ആദ്യകാലം മുതൽ വരുന്ന രോഗികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ റെക്കോർഡിൽ സ്റ്റാഫിലോകോക്കസ് അണുബാധയുണ്ട്, അല്ലെങ്കിൽ ഇന്ന അണുബാധയുണ്ട്, വൈറൽ ലോഡ് ഇത്രയാണ്, ഇന്ന വൈറസ് ബാധിച്ചിട്ടുണ്ട്, ഇത്ര വൈറൽ ലോഡുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവരും. ആ റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ
പഠിക്കാനായി വന്നിട്ടുള്ള ഡോക്ടർമാർ, അവരോടും പഠിക്കാനായി ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ചെറുപ്പക്കാരുണ്ടാവും. അവരോടുമൊക്കെ ആ റിപ്പോർട്ട് നോക്കി എഴുതിയെടുത്ത് കൊടുക്കുന്ന മരുന്നും ടാലി ചെയ്ത് അടുത്ത തവണ വരുമ്പോൾ ആ വൈറൽ ലോഡ് കുറയുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും. വന്ന് ചേരുമ്പോൾ അവർ പറയുന്ന ഇൻട്രസ്റ്റ് അവർക്ക് പഠിക്കാനുണ്ടാവില്ല. കാരണം നിങ്ങൾ ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കുള്ളത് സമയം കളയാനുള്ള ഇൻട്രസ്റ്റേ ഉള്ളൂ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് മരണം വരെയുള്ള സമയം ചെലവഴിക്കാനുള്ളത് മാത്രമാണ്. ടൈം പാസ്, അത് കടല മേടിച്ച് തന്നാലും തീർക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തെ പോലും കരുതുന്നത് ആസ് എ ടൈം പാസ്സാണ്. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്തിനാണ്? ഫോർ എ ടൈം പാസ്. നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നത് എന്തിനാണ്? മോക്ഷത്തിനൊന്നുമല്ല. ശബരിമലയ്ക്ക് പോകുന്നത് എന്തിനാണ്? ടൈം പാസ്സാണ്. നിങ്ങൾ കടയിൽ കയറുന്നത് എന്തിനാണ്? ടൈം പാസ്സാണ്. അതിനപ്പുറം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവർ അങ്ങനെയൊക്കെ വരുന്നതാണ് എന്ന് കൃത്യമായി അറിയുന്നതും ഇങ്ങനെ ഇരുന്ന് പറയാൻ കഴിയുന്നതും അതിന് പാരലായി അത് നോക്കിയിട്ട് ആ രോഗി ഇന്ന ഇത് കാരണമാണ് വന്നത് എന്നുള്ളത് കൊണ്ട് അയാളുടെ വൈറൽ ലോഡ് കുറയുന്നുണ്ടോ, അയാളുടെ ബാക്ടീരിയ ലോഡ് കുറയുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, അങ്ങനെ 100% മാറിയെന്ന് ഉറപ്പുള്ള ഔഷധങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് കഴിച്ചാൽ മാറും. ഇത് വെച്ച് നിങ്ങൾക്ക് PhD എടുക്കാം. ആയുർവേദ ഡോക്ടർമാർ ബോട്ടണി, സുവോളജി മുതലായവയിൽ ഡിഗ്രി ഉള്ളവർ, ഇവർക്കൊക്കെ സബ്ജക്റ്റ് ഇതായതുകൊണ്ട് പോകാം. IT-കാർക്ക് ഏത് സബ്ജക്റ്റിലും പോകാം എന്നുള്ളത് കൊണ്ട് അവർക്കും പരീക്ഷിക്കാം. IT-ക്ക് അങ്ങനെ ഒരു മെച്ചമുണ്ട്. ഏത് സബ്ജക്റ്റിലും PhDക്ക് ശ്രമിക്കാം. കാരണം ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 5-10 PhDക്കുള്ള സബ്ജക്റ്റ് കിട്ടുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, യാതൊരു ശങ്കയും വേണ്ട. നല്ല ഉറപ്പാണിത്. ഇത് ഹെപ്പറ്റൈറ്റിസ് B ആയാലും ഹെപ്പറ്റൈറ്റിസ് C ആയാലും അതൊക്കെ അതിൻ്റെതായ ഫോമുല എഴുതി ഉണ്ടാക്കി കൃത്യമായി വെച്ചിട്ടുണ്ട്. നേരെ നിങ്ങൾ പബ്ലിക്കിന് കൊടുത്താൽ അവരെങ്ങനെ പരീക്ഷിച്ചാലും ഇതൊക്കെ റിസൾട്ടുള്ളതാണ്. അച്ചു പിഴച്ചാൽ മാത്രമേ പിഴ വരൂ എന്ന് ഉറപ്പ് പറയാവുന്നതാണ്. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. നിങ്ങൾ എഴുതിക്കൊണ്ട് പോകുന്നത് തെറ്റിപ്പോയാലേ തെറ്റുള്ളൂ. അത്ര ഗ്യാരണ്ടീഡാണ്. അച്ചുപഴയിൽ പെട്ടേ പിഴവ് പെടൂ എന്ന് നിശ്ചയമാണ്. അത്ര ഉറപ്പ് ഇവിടുന്ന് പറയാൻ കഴിയും. അത്രയും രോഗികൾ, അത്രയും പരീക്ഷണങ്ങൾ നിത്യം നടക്കുന്നിടമാണ്. ശബ്ദായമാനമല്ലാതെ. അതുകൊണ്ടായിരിക്കാം പഠിക്കാനാണെന്ന് പറഞ്ഞ് വരുന്നവർക്കൊന്നും പഠിക്കാൻ മാത്രം ഇൻട്രസ്റ്റ് കാണാറില്ല. അവരൊക്കെ മിക്കവാറും പരദൂഷണം, കുശുമ്പ്, ഏഷണി ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, അതിലൊക്കെ PhD എടുത്താണ് മിക്കവാറും ആളുകൾ പോകുന്നത്. ഒരു ദേഷ്യം മാത്രം ഉണ്ടാവും.
പരിചയപ്പെട്ടു വന്ന് അവർക്കൊക്കെ ഗുരുവായിരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നൊരു ദുഃഖവുമായാണ് അവരെല്ലാം പോകുന്നത്. നിങ്ങൾക്കും കാണും ആ പരാതി. ആ പോരായ്മയാണ് എൻ്റെ ആനന്ദവും. അടുത്തത് ഏഴിലംപാല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണ്ടേ? ഒരു 5 മിനിറ്റ് ഇൻ്റർവെൽ. ബെഡ്ഷീറ്റ് ഏഴിലംപാല നിൽക്കുന്ന സ്ഥലം കിട്ടും. എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു 50 കൊല്ലം മുമ്പ് പറഞ്ഞു കിട്ടും. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കി. വെള്ളം കിട്ടും. അത് ചില മരങ്ങൾക്ക് ഞാവൽ, അത്തി, ഇതെല്ലാം വെള്ളം കിട്ടും. ഇതിൽ ഓരോ ചെടി വെച്ച് നിങ്ങളുടെ ഇതിൽ കൊടുക്കാൻ വേണേ റേഡിയോയിൽ. ശതവർഷങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ചേർത്തലക്കാരൻ ഒരു ഊഷരഭൂമിയിൽ മുഴുവൻ നല്ല ഇത്ര പൊക്കമായി അയ്യപ്പക്ഷ വളരെ ഞാനതിൻ്റെ ഇതിന് എഴുതി സീരി മഴവെള്ളം കൊള്ളാതെ എടുക്കാൻ പറഞ്ഞു. ധാരാളമായിട്ട് സ്വാമി പറഞ്ഞ പിന്നെ ആ ഇതിൻ്റെ ഈ പടലിൻ്റെ ഒരു മരത്തിന് വരെ പറ്റാ ഉണങ്ങുന്ന ആ ഒരു പെറ്റിക്കൊച്ച് പിടിച്ച് എങ്ങനെ വെള്ളിയായിട്ട് പോകാൻ സാധ്യത? അല്ല, മരം ഉണങ്ങി പോവില്ല. അല്ല, ഉണങ്ങിയ ആ ഒരു പോള പോലത്തെ ഇങ്ങനെ പറ്റി പോള പോലെ പറ്റി പിടിച്ചല്ല, ഇത് പൊടി പോലെ തന്നെ, കുരുമുളക് പൊടി പോലെ തന്നെ പറ്റി പിടിച്ച് കയറുന്നത്. ഇവിടെ അടുത്തെവിടെയുണ്ട് സ്വാമി? ഞാനതാ ഒന്ന് ഓർത്ത് നോക്കും. നമ്മൾ ഉദിരം എന്നെല്ലാം പറഞ്ഞു, കണ്ണൂർ ഭാഗത്തിൽ ഉദിരം ഉദിരം അല്ല, അടുത്തോണ ഞാൻ കാണിക്കാം. നോക്കട്ടെ, എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. സ്വാമി തമാശ പറഞ്ഞു തെങ്ങി ചക്കരത്തിന് കള്ളിന് ചത്താന്ന്. അത് പറ്റുമോ? അങ്ങനെ പറ്റും? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ചൊല്ലായിട്ട് പറഞ്ഞതാ. അല്ല, പറ്റുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. സാധാരണ കള്ളെടുത്ത് നമുക്ക് തിരിച്ച് തെളിച്ചൊക്കെ തെളിച്ച് എടുക്കാൻ പറ്റില്ലേ? അല്ല, പറ്റുമോ അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ഞാൻ യാത്ര നോക്കട്ടില്ല. യാത്ര പൊതുവെ ഇവിടുന്ന് ഇനി അങ്ങോട്ടും യാത്ര വേണ്ടെന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിലാണ്. ഇതിന് 2 കാരണങ്ങളുണ്ടൊന്ന്, എവിടെയെങ്കിലും ഒരിടത്ത് യാത്ര ചെയ്താൽ പിന്നെ ആളുകളെ നിർബന്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരിടത്ത് പോയാൽ പിന്നെ അവരെ പിണക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇനിയൊരു യാത്ര വേണ്ട, ആളുകൾ വേണമെങ്കിൽ ഇങ്ങ് വന്നോട്ടെ. മാത്രമല്ല, എൻ്റെ അടുക്കലേക്ക് വന്നിട്ടാകുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കണമല്ലോ. ഈ സ്വാമിക്ക് മറ്റേ കാട്ടുചാന ആവശ്യമില്ല? കൊണ്ടുണ്ട്, എത്ര ഉണ്ടെങ്കിലും കൊണ്ട്. ഇരുമ്പ് കൊണ്ട് പറിക്കരുത്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് കൊണ്ടൊന്നുമില്ല. ആ വീട്ടിൽ കുറേ പേർക്ക് കൃഷിയും അത് എടുക്കാം. അവരോട് ഇരുമ്പ് കൊണ്ട് പറിക്കരുതെന്ന് പറഞ്ഞാൽ മതി. പറിക്കുന്ന സീസൺ ആകുമ്പോൾ വിത്തിന് വെച്ചിട്ട് ബാക്കി തരാൻ പറഞ്ഞാൽ മതി. അങ്ങനെയുണ്ട്, സീസൺ ഉണ്ട് പറിക്കാൻ. സീസൺ ഇപ്പോഴാണ്. പിന്നെ അവിടെ ഇഞ്ചിയാണ്, മലയിഞ്ചിയാണ്. മലയിഞ്ചി വേണ്ട. മലയിഞ്ചി
ആയുർവേദ അലോപ്പതി സംഘം ഓരോ മാത്രയ്ക്കും സ്ഥലത്തിനും ദേശത്തിനും അനുസരിച്ച് അവിടെ ഉള്ളതിനനുസരിച്ചിട്ട് ഇവിടെ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം. ആ, അപ്പോൾ ഇത് ആയുർവേദത്തിനും അപ്ലിക്കബിൾ അല്ലേ? ആയുർവേദത്തിന് അങ്ങനെ മാത്രം നിശ്ചയമുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും മറ്റു വിദേശികൾ കഴിച്ചതിന് ഫലമില്ല എന്ന് പറയുന്ന കാരണം. വിദേശികൾ കഴിച്ചാൽ ബലമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ മാത്ര നോക്കി വേണം. അവരുടെ മാത്ര എന്ന് പറയുന്നത് അവരുടെ ശരീരപ്രകൃതി, വെയ്റ്റും ഹൈറ്റും ഒക്കെ നോക്കണം, എന്നിട്ടാണ് മാത്രം നിശ്ചയിക്കേണ്ടത്. മുമ്പ് അങ്ങനെയൊക്കെ മാത്രം നിശ്ചയിച്ചിരുന്നു അലോപ്പതി ഡോക്ടർമാരും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ചെന്നാലും അടിച്ചാൻ കയറ്റി കൊടുക്കും 50 mg ഒക്കെ. അപ്പോൾ ഡോസ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം മുഴുവൻ താറുമാറാവും, മരുന്ന് ഫലിക്കില്ല. ചിലതൊക്കെ വളരെ ചെറിയ ഡോസ് മതി. വളരെ ചെറിയ അളവ് മതി. ആളുകൾക്ക് ആ ചെറിയ അളവ് തൃപ്തി വരുന്നില്ല. അപ്പോൾ നമ്മളിവിടുന്ന് എഴുതി കൊടുക്കുന്ന മരുന്നിലൊരെണ്ണം ക്യാൻസറിന് തന്നെ കൊടുക്കുന്നത് 6 മരുന്ന് ചേർന്നിട്ട് 1/2 ടീസ്പൂൺ മതി. അത് എഴുതിക്കൊണ്ട് പോകുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് 1/2 ടീസ്പൂൺ എങ്ങനെ എടുക്കും? ഇത് 2.5 ഗ്രാം മതി. 6 മരുന്നോ 7 മരുന്നോ ഉണ്ട്. എഴുതുന്നവർക്കും അത് ബുദ്ധിമുട്ടാണ്. എഴുതുന്നവർ തെരുതര വന്ന് ചോദിക്കും, അത് 1 ടീസ്പൂൺ ആയിക്കൂടെ? എല്ലാം ഫോർട്ടിഫൈഡ് ആയിട്ടാണല്ലോ. ഇപ്പം റെഡ് ഫോർ എല്ലാം ഫോർട്ടിഫൈഡ് ഇരട്ടി മാത്രമേ ഏരന്യാണ്. അതെ, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇതിങ്ങനെ തരാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ എളുപ്പമാണ്. മറ്റത് ആ രോഗലക്ഷണം നോക്കി പ്രയോഗിക്കണം. ഇതാകുമ്പോൾ രോഗലക്ഷണം നോക്കണ്ട, ഇത് ആ അണുണ്ട് എന്ന് കണ്ടാൽ ഉടനെ കൊടുക്കാം. താമസിക്കാൻ വേണ്ടിയല്ലേ, അതോ കൃഷിക്കോ? അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി ഭാര്യയും മക്കളും വരുന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടാമില്ലെങ്കിൽ അത് ശരി. ഇന്നലെ അവിടെ താമസിച്ചോ? ഞാൻ പുറത്തേക്ക് ഇറങ്ങണ്ടെന്നുള്ള തീരുമാനത്തിലാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പലരും വിളിക്കും, പിന്നെ ഞാൻ അവിടെയെല്ലാം പോകണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, കാരണം ആരെങ്കിലും ഒരാൾ ഈ ഐസ്ബർഗ് മുറിക്കാനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചാണ് ഞാനും ഇരിക്കുന്നത്. അതുകൊണ്ട് പലരും വന്ന് പതുക്കെ നിർബന്ധിക്കുമ്പോഴൊക്കെ ഞാൻ ഒഴിവാകുന്നത് കൊണ്ടാണ്. എനിക്കൊരു നല്ല അവസരം ലഭിച്ചപ്പോൾ ഞാൻ വന്ന് തിരിച്ച് കയറിയതാണ്. ഇനി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം ആളുകൾ ആവശ്യമുള്ളൊരു വന്ന് പഠിച്ചോണ്ടേ പൊക്കോട്ടെ, അങ്ങനൊരു തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴിയുന്നത്ര പുറത്തുപോയി ക്ലാസ്സുകളോ പുറത്തുപോയുള്ള പരിപാടിയോ വേണ്ട എന്നുള്ളൊരു തീരുമാനം. പുറത്തോഴി നടന്നോ പുറത്ത് തന്നെയായിരുന്നു. അത് പറയാം, അതൊന്നും കുഴപ്പമില്ല. തുടങ്ങിയേക്കാം.
വേപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ അണുകങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരൗഷധമായി ഇനി പഠിക്കാൻ പോകുന്നു. ഏഴിലംപാല, സപ്തപർണഃ, അൽസ്റ്റോണിയ സ്കൊളാരിസ് ലിൻ, അൽസ്റ്റോണിയ അൽസ്റ്റോണിയ സ്കൊളാരിസ് ലിൻ, കുടജകുല, അപ്പോസൈനേസിയെ, രസം തിക്തം കഷായം, ഗുണം ലഘു സ്നിഗ്ധം, വീര്യം ഉഷ്ണം, വിപാകം കടു, വളരെ ഫലപ്രദമായ ഔഷധമാണ്. ഗുണപാഠത്തിൽ ഇതിൻ്റെ പേരില്ല. അതുകൊണ്ട് ഇത്രയും പഠിച്ചു വെച്ചോളുക. അടുത്തത് 6. ഔഷധയോഗ്യ ഭാഗം അതിൻ്റെ ഇല, തണ്ട്, തൊലി, പൂവ് ഒക്കെ ഔഷധയോഗ്യമാണ്. അത് കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ അളവിൽ വിഷാംശമുണ്ട്. പിന്നെ ഇത് രാത്രിയിൽ വലിയ വിഷമാണ് പുറത്തു വിടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഏഴിലംപാലയുടെ ചുവട്ടിൽ പോയി കിടക്കരുത്. കിടന്നുറങ്ങിയാൽ രാവിലെ ഏൽക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല, രക്തം വറ്റിയിട്ടുണ്ടാവും. ഏഴിലംപാലച്ചോട്ടിൽ കിടന്നുറങ്ങിയാൽ രാവിലെ നിങ്ങൾ ഏൽക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വഴി ആ വിഷവാതകം ഉള്ളിൽ ചെല്ലുകയും രക്തത്തെ വറ്റിക്കുകയും ചെയ്യും. ഏഴിലംപാലയുടെ ചോട്ടിൽ കിടന്നാൽ ഉറപ്പാണ് മരിച്ചു പോകും. അങ്ങനെ ആവാം. ചിലപ്പോൾ ആരെങ്കിലും മരിച്ചത് യക്ഷി ഊറ്റിയിട്ടാണെന്ന് വിശ്വസിച്ച് പോകുന്നത് കൊണ്ടാകാം, അറിവില്ലായ്മ കൊണ്ട്, അങ്ങനെയൊക്കെ ആവാം. പഴയ കാര്യമായതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാനല്ലാതെ ഇങ്ങനെയാണെന്ന് പറയാനാവില്ല. എന്തായാലും അപകടകാരിയാണ് അത് ചോട്ടി കിടന്ന് ഉറങ്ങിയാൽ. പകല് കുറച്ച് ഓക്സിജൻ പുറത്തു വിടും, അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. കുറച്ച് ഓക്സിജൻ എന്തായാലും അന്തരീക്ഷത്തിൽ കുറേ ഓക്സിജൻ ഉണ്ടാവും. രാത്രിയാകുമ്പോൾ എല്ലാ ചെടികളും കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തു വിടുന്നത്. ഒരു ചെടിയും ഓക്സിജൻ പുറത്തു വിടുകയില്ല. രാത്രി കാലത്ത് ഒരിക്കലും മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങരുത്. പകൽ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ശുദ്ധവായു ഒരിക്കലും മരത്തിൻ്റെ ചോട്ടിൽ രാത്രി കിട്ടുകയില്ല. നമ്മൾ ശ്വസിച്ചിട്ട് വിടുമ്പോൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലെയാണ് എല്ലാ ഇലകളും കാർബൺ ഡൈ ഓക്സൈഡിനെ വിടുന്നത്. അതായത് മരങ്ങളുടെ ഇലകൾ പാചകം ചെയ്യുമ്പോൾ മാത്രമേ ഓക്സിജനെ പുറത്തു വിടുന്നുള്ളൂ. ശ്വാസപ്രശ്വസന പ്രക്രിയയിൽ അതും കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നെയാണ് പുറത്തു വിടുന്നത്. അത് തമ്മിലുള്ള ഭേദം പഠിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മരങ്ങളെല്ലാം ഓക്സിജൻ തരുന്നതാണ് എല്ലായ്പ്പോഴും എന്ന് കരുതരുത്. അവയുടെ ശ്വാസപ്രശ്വസന പ്രക്രിയയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വിടും. അവ ആഹാരം പാചകം ചെയ്യുമ്പോൾ മാത്രമാണ്, ഫോട്ടോസിന്തസിസിൽ മാത്രമാണ് ഓക്സിജൻ വിടുന്നത്.
അതറിഞ്ഞിരിക്കണം. ഓക്സിജൻ അങ്ങനെയാണ് അന്തരീക്ഷത്തിലുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് മരങ്ങളെല്ലാം ഇപ്പോഴും ഓക്സിജൻ വിടുന്നതാണെന്ന് ധരിക്കരുത്. ആലാണെങ്കിലും രാത്രിയിൽ പാചകം ചെയ്യുന്നില്ല. ആലിനോടുള്ള വിശ്വാസമൊക്കെ നല്ലതാണ്. ആല് മറ്റു മരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷെ രാത്രിയിൽ ആലായാലും ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കുകയില്ല. ഒരുപാട് മരങ്ങൾ വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം വരും. ഒരുപാട് മരങ്ങൾ അതുകൊണ്ടാണല്ലോ തന്നെ പോലുള്ള ബുദ്ധിമാന്മാർ മരമേ വെക്കാതിരിക്കുന്നത്, ഉള്ളത് വെട്ടിക്കളയും. പകല് വേണ്ടത്ര ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഓക്സിജൻ പ്രൊഡക്ഷൻ കുറച്ചാൽ അതെ, മരങ്ങൾ പോലും നോക്കിയിട്ടുണ്ട്. പോകുന്ന ആ വണ്ടിയിലാണോ എന്നറിയാൻ. അടുത്തത് മുള. മുള ഏത്? ആ, കഷായങ്ങൾക്ക് പലതിനും ഉപയോഗിക്കും. സത്യം. ഏത്? ഒറ്റമൂലിയായിട്ട് ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കഷായങ്ങൾക്കാവുമ്പോൾ യോഗ ഔഷധങ്ങളില്ല. മുള, ഇല്ലി, വംശകുലം. ഇത് മരമല്ല, പുല്ലാണ്. ബംബൂസ, അരുണ്ടിനേസിയെ ഒരുപാടുണ്ട്. അതിൽ അരുണ്ടിനേസിയെ ബംബൂസ ഔഷധത്തിന് ഉപയോഗിക്കുന്നതാണ്. മഞ്ഞയല്ല, പച്ച, സാദാ മുള. ബാംബൂസേസിയെ കുലം ഫാമിലി. കല്ലൻ മുളയുണ്ട്, പൊള്ളമുളയുണ്ട്. കല്ലൻ മുള എന്ന് പറഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും. അതിനും ദ്വാരം ഉണ്ടാവും, പക്ഷെ ചെറിയ ദ്വാരമായിരിക്കും. രണ്ടും നല്ലതാണ്, ഉപയോഗം അറിഞ്ഞ്. ഇപ്പം നാഴിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പൊള്ളമുളയാണ് നല്ലത്. തൂണൊക്കെ ആണെങ്കിൽ കല്ലൻ മുളയാണ് നല്ലത്. മുളം കർപ്പൂരം മുളയ്ക്കകത്തൊക്കെ ഉണ്ട്. എല്ലാ മുളയിലും കാണുകയില്ല, ചില ഏരിയയിലെ മുളയിൽ കാണും. രസം, മധുരം, കഷായം. ഗുണം, രൂക്ഷം, ലഘു, തീഷ്ണം. ഗുണം, രൂക്ഷം, ലഘു, തീഷ്ണം. വീര്യം, ശീതം. വിഭാഗം, മധുരം. ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഏതാണ് നിങ്ങളുടെ അടുത്ത് അന്നേരം കിട്ടുന്നത് അതെടുത്ത് കൊടുത്താൽ മതി. ഇത് ഓർമ്മ വെച്ചാൽ. ഇതിലൊരു 3-4 എണ്ണമെങ്കിലും തലയിലിരുന്നാൽ, ഈ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ തന്നെ തലയിലിരുന്നാൽ മിക്കവാറും എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. കിട്ടാത്ത സാധനമൊന്നുമല്ല. നിലാവിൻ്റെ കിളുന്നും ഒന്നുമല്ല. അതും അടുത്തൊരു കടയിൽ പോയ മേടിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് 7. അതും ഗുണപാഠത്തിലില്ല.
നന്മേനിവാക, ശിരീഷഃ, ശിരീഷഃ, ആൽബീസിയ ലബക്, ആൽബീസിയ ലബക്, ബബ്ബുലകുലം, മൈമോസേസിയ ഫാമിലി, രസം, തിക്തം മധുരം കഷായം, ഗുണം ലഘു, വീര്യമുഷ്ണം, വിഭാഗം കടു, നിലവാകരസം കയ്പ്, നിലവാകരസം കയ്പ്, ദീപനം വിഷനാശനം, ദീപനം വിഷനാശനം, പിന്നെ കോഷ്ഠത്തിലുണ്ടാകും ശ്ലേഷ്മത്തെ കളയും ദ്രുതം, ദ്രുതം കളയും ദ്രുതം. വയറ്റിൽ കഫക്കെട്ട് വന്നാൽ ആഹാരത്തിന് രുചിയുണ്ടാവില്ല, ആഹാരം കഴിക്കില്ല, ദഹനം തീരെ ഉണ്ടാവില്ല. അതിനിതിൻ്റെ നീര് കഴിച്ചാൽ മതി. അടുത്തത് ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗം ഇല, തൊലി, അടുത്തത് പപ്പായ, ഏരണ്ട കർക്കടി, കാരിക്ക പപ്പായ ലിൻ. അതായത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞപ്പോൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞ് നിങ്ങളിൽ ആരോ ഒരാൾ അത് ഫേസ്ബുക്കിലിട്ടു. അപ്പോഴാണ് പ്രമുഖ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് ഇന്ത്യൻ ട്രീ അല്ല, ഇത് ആയുർവേദം അല്ല എന്ന് പറഞ്ഞൊരു കുറിപ്പ് വന്നത്. കുറിപ്പ് വന്നപ്പോൾ അതിന് മറുപടിയായിട്ട് ഇടാൻ പറഞ്ഞ് ആരോടോ വന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ഭാവപ്രകാശ നിഘണ്ടുവിലെല്ലാം പപ്പായ ഉണ്ട്. അതിൽ നിന്നെടുത്ത് കോട്ട് ചെയ്തിട്ടു, കർത്താവായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റവരുടെ ശല്യം നിന്നു. അല്ല, അത് കഴിഞ്ഞ് അത് ചെടി പുറത്തുനിന്ന് വന്നതാണ്. ചെടി പുറത്തുനിന്ന് വന്നതുകൊണ്ട് ആയുർവേദം അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ചീനപ്പാവ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നത്? ചൈനയിൽ നിന്നാണ് വന്നത്. എരുമക്കള്ളി എവിടെ നിന്നാണ് വന്നത്? മെക്സിക്കൻ പ്ലാന്റാണ്, മെക്സിക്കോയിൽ നിന്നാണ് വന്നത്. ഇന്ന് സുലഭമായി ഇന്ത്യയിൽ വളരുന്നതും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതുമായ അക്കിക്കറുക വന്നത് മെഡിറ്ററേനിയനിൽ നിന്നാണ്. കശുമാവ് മറ്റേ ഇവിടെ നിന്നാണ് വന്നത്, പറങ്കികളുടെ
സംഭാവനയാണ്. ആയുർവേദ ഭിഷഗ്വരന്മാർ ചരകനും സുശ്രുതനുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെ വെച്ചുകൊണ്ടല്ല. അവിടെയാണ് പ്രശ്നം. മനുഷ്യൻ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. ഒരു ശാസ്ത്രം മനുഷ്യന് വേണ്ടി കണ്ടെത്തുമ്പോൾ അത് ഇന്ത്യക്കാർക്ക് വേണ്ടി ശാസ്ത്രം എന്ന് പറഞ്ഞില്ല. ആയുർവേദ ശാസ്ത്രം ലോകത്തിലുള്ള മനുഷ്യർക്ക് മൊത്തം ഉപയോഗിക്കാനും മൃഗങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റിയ വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെയൊക്കെ ഇന്ത്യൻ എന്നൊക്കെ അതിർത്തികൾ നിശ്ചയിച്ചത് നിങ്ങളാണ്. ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം, ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം എവിടം വരെയായിരുന്നു, ഏതായിരുന്നു? മനസ്സിലായില്ലേ? അതിർത്തികളെ അന്ന് നിശ്ചയിച്ചിരുന്നത് രാജഭരണമല്ല. എന്നെങ്കിലും തമിഴ്നാടോ കേരളമോ ആന്ധ്രയോ ഭാരത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഭരണ സംവിധാനത്തിലെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രാജാക്കന്മാർ, സാഹിത്യകാരന്മാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം, ആചാര്യവര്യന്മാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാമെന്നല്ലാതെ ഏതെങ്കിലും ഭരണാധികാരികൾ ഒരഖണ്ഡ ഭാരത സങ്കല്പം, അഖണ്ഡ ഭാരതമെന്ന സങ്കല്പം വെച്ച് പുലർത്തിയത് ചാണക്യനാണ് ആദ്യമായിട്ട്. അത് ആ കാലഘട്ടത്തിൽ അശോക ചക്രവർത്തിയാണ് ഭാരത സാമ്രാട്ട് എന്ന പേരിലൊക്കെ പ്രശസ്തനായത്. അദ്ദേഹം പോലും കേരളമൊക്കെ ഉൾപ്പെടെ ഭരിച്ചിരുന്നുവെന്ന് തോന്നുന്നില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിർത്തികളൊക്കെ നിങ്ങൾ പിന്നീട് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും തമിഴ്നാട്ടുകാർ കേരളീയരെയോ കേരളീയർ തമിഴ്നാട്ടിലുള്ളവരെയോ അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഭരണാധികാരികൾ തമ്മിൽ ഒരുപക്ഷേ ഫെഡറൽ നിയമങ്ങളില്ലെങ്കിൽ നിരന്തര യുദ്ധങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. മാത്രമല്ല കേരളീയർ മുഴുവൻ വെളിയിൽ പോയി കാശ് സമ്പാദിക്കുകയും പണിയെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് ശീലമുള്ളവരായതുകൊണ്ട് യുദ്ധക്കളത്തിൽ ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ കേരളീയർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനും വേണേ ബംഗാളിൽ നിന്ന് ഔട്ട്സോഴ്സിങ് പട്ടാളക്കാരെ വേണ്ടി വരും. ചെന്നൈയില് മഴ പെയ്തത് ഇവിടെ അണക്കെട്ടിനെതിരായി നിന്നതുകൊണ്ട് അവർക്ക് ദൈവം കൊടുത്താണെന്നുള്ള രീതിയിൽ കേരളീയോട് കളിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഒരുപാട് പറയരുത്. കാരണം എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കളി ഇങ്ങോട്ട് വെച്ചാൽ എറണാകുളം കുളമാവും. എറണാകുളത്ത് നിന്നല്ലേ വരുന്നത്. അല്ല, പിന്നെ ഒരു ക്ലാസ്സിന് വരാനേ പറ്റുകയില്ല. ക്ലാസ് ചിലപ്പം വെള്ളത്തിനടിയിൽ കുംഭകവൃത്തിയിൽ നടത്തേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ട് ശബരിമലയ്ക്ക് പോയി 5-8 സ്വാമിമാർ. ഒരു ശബരിമലയ്ക്ക് പോകുമ്പം ഈ പമ്പയിൽ ചെന്ന് കെട്ടൊക്കെ ഇളച്ച് കഴിഞ്ഞ് പമ്പയിൽ സദ്യയൊക്കെ വെക്കണം, എന്നിട്ട് വേണം പോകാൻ. അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു കെട്ട് കഴുത എടുത്തുകൊണ്ട് പോവാം. അപ്പം ആ കൂട്ടത്തിലൊരു സ്വാമി ഇരുന്ന് പറഞ്ഞു, ആരോ ഒരുത്തൻ ശരിയായ വ്രതവും ഇല്ല, ഇതാ കെട്ട് കഴുതസ്വാമി കൊണ്ടുപോവാം എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കി ഒരുപാട് പറഞ്ഞു. 10 മിനിറ്റ് പുള്ളി പ്രസംഗിച്ചു. മറ്റേ ആളിന് തപസ്സില്ലാത്തതിൻ്റെയും വ്രതം നോക്കാത്തതിൻ്റെയും ഒക്കെ കുറ്റങ്ങൾ. ഇത് കഴിഞ്ഞ് നോക്കിയപ്പം ഈ സ്വാമിമാരുടെ കെട്ടിൽ നിന്നാണ് കെട്ട് പോയിരിക്കുന്നത്.
അടുത്തേന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കെട്ട് തന്നെയാണ്. ഒരു കൊച്ചുമണിയണ്ടനുണ്ടായിരുന്നു, കൊച്ചു പയ്യൻ. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ സ്വന്തം അനുഭവമാണ് വർണ്ണിച്ചതല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ദൈവം ഇങ്ങോട്ടും വെക്കാം. പപ്പായ, ഏരണ്ട കർക്കടി, അതിൻ്റെ കറ ഏറ്റവും നല്ല അണുനാശകമാണ്. ക്യാൻസർ വ്രണങ്ങളിൽ ദുർഗന്ധം വരാതിരിക്കാൻ, അണുക്കൾ കടന്നുകൂടി ദുർഗന്ധം വരാതിരിക്കാൻ അതിൻ്റെ കറ കഴിഞ്ഞേ ഔഷധമുള്ളൂ. കറ പുരട്ടിയാൽ ദുർഗന്ധം ഉണ്ടാവില്ല. ഏത് വ്രണം പഴുത്ത് ദുർഗന്ധം വരാൻ തുടങ്ങിയാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇതിൻ്റെ കറ പുരട്ടിയാൽ മതി. വായൊക്കെ പഴുത്ത് വായിൽ വരുന്ന ക്യാൻസറും മറ്റും വരുമ്പോൾ പഴുക്കും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കറ സ്വല്പം വെച്ച് പല്ല് തേക്കുകയും കറ സ്വല്പം പുരട്ടിക്കൊടുക്കുകയും ചെയ്താൽ മതി. കാലിൻ്റെ ഇടകളിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷനുകൾക്ക് ഇതിൻ്റെ കറ കഴിഞ്ഞേ ഉള്ളൂ. കറ പുരട്ടുമ്പോൾ സൂക്ഷിക്കണം, ഒന്ന് പൊള്ളും. ബ്രഹ്മൈരണ്ട കുലമാണ്, കാരിക്കേസിയെ ഫാമിലിയാണ്. രസം, കടു, തിക്തം. ഗുണം ലഘു, തീഷ്ണം, രൂക്ഷം. ഇതൊക്കെ പ്രാചീന നിഘണ്ടുക്കളിലുണ്ട്. വീര്യമുഷ്ണം, വിഭാഗം കടു. ഇത് വീര്യമുഷ്ണമാണെങ്കിലും പഴം ശീതവീര്യമാണ്. പഴം മധുരരസവും മധുരവിഭാഗവുമാണ്. അടുത്തത് കണിക്കൊന്ന, ഗുണപാഠത്തിലില്ല. അതുകൊണ്ടാണ് പൈൽസിന് പഴം കഴിക്കാം, പച്ചയാണ് കഴിക്കരുതാത്തത്. പഴം ചൂടല്ല, പഴം ഉഷ്ണവീര്യമല്ല, ശീതവീര്യമാണ്. എന്നാലും കൂടുതൽ കഴിക്കുമ്പോൾ നല്ലപോലെ പഴുത്തിട്ടില്ലെങ്കിൽ വിഷമുണ്ടാവും. അതുകൊണ്ടാണ് പൈൽസിന് കഴിക്കുകയേ വേണ്ടാന്ന് പറയുന്നത്. കണിക്കൊന്ന, ആരഗ്വധഃ, കാസിയ ഫിസ്റ്റുല, കണ്ടകീകരഞ്ചകുലം, സസാൽപീനിയേസിയെ ഫാമിലി. സസാൽപീനിയേസിയെ, CASALPINIACEAE. രസം തിക്തം മധുരം. ഗുണം ഗുരു മൃദു സ്നിഗ്ധം. വീര്യം ശീതം. വിഭാഗം മധുരം. കൊന്നയ്ക്കുള്ള രസം നന്നായി,
കൊന്നയ്ക്കുള്ള രസം നന്നായി ചവർത്തും മധുരിച്ചത്. പാകത്തിങ്കൽ പുളിച്ചുള്ളൂ ശീതമാകയുമുണ്ടത്. രോചനം സ്പീഡ് കൂടുതലാണോ? കൊന്നയ്ക്കുള്ള രസം നന്നായി ചവർത്തും മധുരിച്ചത് പാകത്തിങ്കൽ പുളിച്ചുള്ളൂ. അവിടം വരെയായോ? ശീതമാകയുമുള്ളത്. കഴിഞ്ഞോ? രോചനം കപപിത്തഘ്നം സരം കുഷ്ഠജ്വരാപഹം. പഴയകാലത്ത് ഈ അണുക്കൾ പോകുന്നതിന് അമ്മമാർ വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ തളിരില തോരൻ വെച്ച് കൊടുക്കും, ഉപ്പേരി വെച്ച് കൊടുക്കും. തളിരില നല്ലപോലെ തേങ്ങയിട്ട് ഉപ്പേരി വെച്ച് കൊടുത്താൽ നല്ലപോലെ വയറിളകും. അണുക്കളെല്ലാം ആ കൂട്ടത്തിൽ പുറത്ത് പോകും. നല്ല കണിക്കൊന്നയുടെ നല്ല തളിരില കൊണ്ടുവന്ന് അരിഞ്ഞ് തേങ്ങയൊക്കെ ചേർത്ത് നല്ല ഉപ്പേരി, നല്ല വറവ് ഉണ്ടാക്കും. ടേസ്റ്റ് കാരണം ഒരുപാട് കഴിക്കരുത്. ചീരയുടെ കൂടെയൊക്കെ ഇട്ടാൽ സാമാന്യം നന്നായിട്ട് ശോധന ഉണ്ടാവും. അതിഥികൾ ഒരുപാടായി കഴിഞ്ഞാൽ ആശ്രമങ്ങളിലൊക്കെ പ്രയോഗിക്കുന്നതാണ്. അല്ല, ചിലർക്ക് ഈ ഉപ്പേരിയൊക്കെ മാത്രം മതി, ചോറൊന്നും കഴിക്കുകയില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഒരു മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ശല്യമാകുമ്പോൾ ഈ പാചകക്കാരും മിടുക്കന്മാരാണെങ്കിൽ ആശ്രമങ്ങളിൽ ഈ ഭണ്ഡാരി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ഈ ഭണ്ഡാരി മടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 പേർക്കുള്ള ചോറോ മറ്റ് സാധനമോ തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാം. കറികൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ കറികൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ വരുന്നവർക്കെല്ലാം കിട്ടുകയില്ല. അപ്പോൾ പരാതി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചില പുളവന്മാരാണ് ആദ്യം ഇരുന്ന് വിലയ്ക്ക് മേടിച്ചാൽ കഴിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഈ സാധനം അങ്ങ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഈ കൂടുതൽ വിലക്കുന്നവന്മാർക്ക് ഇതങ്ങ് വിളമ്പി കൊടുക്കും. ഇത് നല്ലൊരു ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല വറവുണ്ടാക്കി കഴിഞ്ഞാൽ ചീരയുടെയൊക്കെ ഉപ്പേരി കൂട്ടിയിട്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പോകാൻ തുടങ്ങും. ഇവന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് കൂടുതലായിട്ട്. കാരണം ചീരയും മറ്റു സാധനമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കിയത് വിളമ്പുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇത് ഇവിടെ നിന്നും വിളമ്പും. ഒരേ സാധനമാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വിളമ്പിയിരിക്കുന്ന കാഴ്ചയിൽ. പണ്ട് ഓച്ചന്തു മേനോൻ സായിപ്പിനെ പറ്റിച്ച പോലെ, സായിപ്പിനെ വിളിച്ചാൽ മദാമ്മയും കൂടെ വരും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ സായിപ്പും മദാമ്മയും കൂടെ വന്നു. കപ്പയൊക്കെ പുഴുങ്ങി വെച്ചു. നല്ല കരണം പൊട്ടി കാന്താരി അരച്ചു വെച്ചു. മറ്റത് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു ഇല അരച്ചു വെച്ചു.